ചെന്നൈയിൽ നടുറോഡിൽ യുവാവിന് ക്രൂരമർദ്ദനം. ഭാര്യയുടെ മുമ്പിൽ വെച്ച് അർദ്ധനഗ്നനാക്കി മർദ്ദിച്ചു. 3 പേർ അറസ്റ്റിൽ. കാറിന് സൈഡ് കൊടുക്കാത്തതാണ് തർക്കത്തിന് കാരണം. யார் போலீஸா? ஹலோ ஹலோ, இங்க பாருங்க. சார் இங்க பாருங்க. நம்ம வீடு தடுக்குது, நம்ம இல்லப்பா, நம்மளுக்கு தடுக்கிறது வேலை இல்லப்பா. മനേഷ് പൂർത്തി ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. മനേഷ്, എന്താണ് സംഭവിച്ചത്? പ്രതികളുടെ വിശദാംശങ്ങൾ പുറത്തായിട്ടുണ്ടോ? ഒപ്പം ഒരു ആക്ഷൻ സിനിമ ആണെന്ന ലാഘവത്തോടെ പോലീസുകാർ ഇത് നോക്കി നിൽക്കുന്നതെന്ന് കാണാലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, ഇന്നലെ വൈകുന്നേരമാണ് ചെന്നൈയിലെ പട്ടണപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ പട്ടണപ്പാക്കം സ്വദേശിയാണ് ഈ മർദ്ദനം ഏറ്റയാൾ. അദ്ദേഹത്തിന്റെ പേര് മണിവർണ്ണൻ എന്നാണ്. മണിവർണ്ണനും ഭാര്യയും കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് മുൻപിലുണ്ടായിരുന്ന കാറ് പലതവണ ലക്ഷ്യമായി വാഹനം ഓടിക്കുകയും മാത്രമല്ല പൊടുന്നനെ ആ വാഹനം നിർത്തുകയുമായിരുന്നു. വളരെ പണിപ്പെട്ടാണ് മണിവർണ്ണൻ വാഹനം നിർത്തുന്നത്. അതിനുശേഷം ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ഉടനെയാണ് കാറിലുണ്ടായിരുന്ന 5 പേരിറങ്ങി മണിവർണ്ണനെ ക്രൂരമായി മർദ്ദിച്ചത്. അത് പോലീസ് അവിടെ നോക്കി നിന്നു. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ 2 ട്രാഫിക് പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അത് തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ ആരോപണമായി തന്നെ നിലനിൽക്കുന്നു. ഇത് സംബന്ധിച്ച പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പട്ടണപ്പാക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവട്ടൂർ സ്വദേശിയും അതുപോലെ തന്നെ BJPയുടെ പ്രാദേശിക നേതാവുമായിട്ടുള്ള കാർത്തിക് രാജ, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഗോപി, അതുപോലെ തന്നെ ചുടലയാണ്ടി, ഈ 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഈ പ്രതികൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളും എല്ലാം തന്നെ പറയുന്നത്. നാട്ടുകാർ പല ഘട്ടങ്ങളിലും അതിന് ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പലപ്പോഴും ഇവരെ മർദ്ദനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാറി നിൽക്കുക, അല്ലെങ്കിൽ പലപ്പോഴും പോലീസും അതിനും ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇവർ അതിനൊന്നും വഴങ്ങാതെയാണ് ആ യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഷർട്ട് വലിച്ചു കീറിയതിനു ശേഷം അർദ്ധനഗ്നനായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സുഹൈൽ, ശരി. നടുറോഡിൽ ഭാര്യയുടെ മുന്നിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇത് പോലീസുകാർ കണ്ടു നിൽക്കുന്നു. കയ്യൂക്കൾ റോഡിൽ കാര്യക്കാരാകുന്ന കാഴ്ച നിയമപരമായി നേരിടണം. കർശന നടപടി ഉണ്ടാകണം.